മലപ്പുറം ചങ്ങരംകുളത്തെ 6 വയസ്സുകാരന് നേരെയുണ്ടായ തെരുവുനായ ആക്രമണത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ ബന്ധുക്കൾ. അമ്മാവനായ അജ്മൽ 1-ാം നിലയിൽ നിന്ന് ചാടി തെരുവുനായയെ ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്ന് വല്യമ്മ ലൈല 24-നോട് പറഞ്ഞു. കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടെ അജ്മലിന് പലതവണ കടിയേറ്റ്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചങ്ങരംകുളം ആലംകോട് 6 വയസ്സുകാരനെ തെരുവുനായ ആക്രമിക്കുന്നതും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കുട്ടിയുടെ മാമൻ ഈ വീടിന്റെ മുകളിൽ നിന്ന് ചാടി താഴേക്ക് വരുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ഒരു ഞെട്ടലോട് കൂടിയാണ് നമ്മൾ മലയാളികൾ കണ്ടു തീർത്തത്. ആ കുട്ടിയെ ആക്രമിക്കുന്നത് കാണുന്ന മുറയ്ക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ തെരുവുനായയുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സഹോദരനെയാണ്, ഒരു മാമനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആ കുട്ടി ഇപ്പോൾ കടുത്ത പനിയെ തുടർന്ന് വിശ്രമത്തിലാണ്. കുഞ്ഞിനെ തലയ്ക്ക് പുറകിലൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഈ വീട്ടിലെ ബന്ധുക്കളൊക്കെ ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ സംഭവം എന്നുള്ളത്. ഈ CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. ഈ കുട്ടിയുടെ ഉമ്മുമ്മയും അടക്കം തന്നെ മാമിയും നമ്മളോടൊപ്പം ഉണ്ട്. ഇവിടെ എന്താണ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല? വീട്ടിലുണ്ടായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു കാലത്ത് ഒരു 8:30-യുടെ ഉള്ളിലൊക്കെയാണ് സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ അടുക്കളയിലായിരുന്നു, കുട്ടികളെ മേലെ കളിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ അവർ പുറത്ത് വന്നത് കണ്ടില്ല. നായ ഇവിടെ കിടന്നിന്നാണ് കുട്ടി പറയുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും, ഇവനുണ്ടായിരുന്നു കൂടെ. രണ്ടുപേരും ഇവിടെ വന്നതിന് ശേഷം നായ കുട്ടിയുടെ നേരക്ക് ചാടിയിരുന്നു. ഞാനപ്പോൾ സൗണ്ട് കേട്ടിട്ട് ഇവിടെ വന്നപ്പോൾ അജ്മലും നായും കൂടി തല്ലുകൂടണതാണ് ഞാൻ കാണുന്നത്. അജ്മൽ കൈ കൊണ്ട് നായയുടെ മുഖത്തേക്ക് അടിക്കണമൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ഇവനെ, അപ്പത്തിനും കടി കിട്ടിയ കുട്ടി ഇവിടെ ഉമ്മർത്ത് നിൽക്കുന്നുണ്ട്, ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ഇവനെടുത്ത് വന്ന് ഇവിടെ ഉമ്മർത്താക്കുമ്പോഴത്തേനും നായും അജ്മലും കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അജ്മൽ വീണോടത്തുനിന്നാണ് അജ്മലിനെ കടിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടി പിന്നെ ഇവിടെ കരയണ കേട്ടപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോഴാണ് കുട്ടി കടിച്ച വിവരം പറയണത്. അതുവരെ ഞാൻ കുട്ടി പേടിച്ചിട്ടാണ് കരയണ വെച്ചിട്ടാണ് ഞാൻ നിൽക്കണത്. അപ്പോഴാണ് കുട്ടി ഇവിടെ കടിച്ച വിവരം പറയണത്. ഞാൻ കുട്ടീനെ എടുത്തിട്ട് വേഗം തറവാട്ടിക്ക് പോയി. അതിന് ശേഷം അജ്മലും നായും കൂടിയിട്ടുള്ള സൗണ്ട് കേട്ടിട്ട് മദ്രസയുടെ ഉസ്താദ് വന്നു. അപ്പോഴാണ് ഉസ്താദിനെ കടിച്ചിട്ടുള്ളത്. അവർക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ ഉമ്മയാണ്. എന്താണ് ഇപ്പൊ കുട്ടിയുടെ അവസ്ഥ? കുട്ടി ഇപ്പൊ ടയേർഡാണ്, നല്ല പനിയും തലവേദനയൊക്കെ ആയിട്ട് നല്ല പേടിയുണ്ട്. ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം നല്ല രൂക്ഷമായ തന്നെ. അതിനെന്തേലും ഒരു വഴി കണ്ടേ. ഈ കുഞ്ഞുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അതെ. ഈ തെരുവുനായ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അജ്മലിനും, അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ കുട്ടിയുടെ മാമനും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പഞ്ചായത്ത് അധികൃതർ വളരെ വേഗത്തിൽ നടപടിയെടുക്കേണ്ടുന്ന വിഷയവുമാണ്. ചങ്ങരംകുളത്ത് നിന്ന് മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.